بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ ഭാര്യയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. ഹഫ്സ ബീവിയുടെ ഭർത്താവ് ഖുനൈസ് ഇബ്നു ഹുദാഫത്ത് ഇബ്നു ഖൈസ് ഇബ്നു അദി എന്ന് പറയുന്ന മഹാനായിരുന്നു. ആദ്യകാലത്ത് എത്യോപ്യയിലേക്കും അതിനുശേഷം മദീനയിലേക്കും ഹിജറ പോയവരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഖുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹമായിരുന്നു ബഹുമാനപ്പെട്ട ഹഫ്സ ബീവിയെ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു, ശേഷം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു, അതിൽ ഷഹീദാവുകയും ചെയ്തു. ആ സമയത്ത് ഹഫ്സ ബീവിക്ക് 18 വയസ്സായിരുന്നു. സത്യത്തിൽ ഭർത്താവിന്റെ ഷഹാദത്ത്, ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണെങ്കിലും ചെറിയ പ്രായത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ടതിൽ ചെറിയൊരു വിഷമം സത്യത്തിൽ ഹഫ്സ ബീവിക്കുണ്ട്. ഈ കാര്യം ഉമർ തങ്ങൾക്കും ഒരു വിഷമമായിട്ടുണ്ട്. അവസാനം ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മകളുമായിട്ട് ആലോചിച്ചു കല്യാണത്തിന്റെ കാര്യം. ഹഫ്സ ബീവി സമ്മതിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു നേരെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സമീപത്ത് പോയിട്ട് കാര്യം പറഞ്ഞു. ദീർഘമായൊരു മൗനം മാത്രമായിരുന്നു മറുപടി, കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയം പറഞ്ഞിട്ട് സിദ്ദീഖ് എന്താ എന്നോടൊന്ന് മറുപടി പറയാതിരുന്നത് എന്നതിൽ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഉസ്മാൻ അടുക്കലേക്ക് പോയി നോക്കുക. ഉസ്മാൻ തങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യ റുഖയ്യ ബീവി വഫാത്തായിരിക്കുകയാണല്ലോ. ബദർ യുദ്ധം നടക്കുന്ന സമയത്താണ് റുഖയ്യ ബീവി രോഗം മൂർച്ഛിക്കുകയും ബദറിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഉസ്മാൻ തങ്ങളോട് ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറയുകയും അതടിസ്ഥാനത്തിൽ ബദറിലേക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഉസ്മാൻ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴേക്ക് പ്രിയപ്പെട്ട മകൾ റുഖയ്യ വഫാത്തായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം മറ്റൊരു കല്യാണം കഴിക്കാതിരിക്കുന്ന ഉസ്മാൻ തങ്ങളോട് പോയി ചോദിക്കാന്ന് കരുതി അദ്ദേഹത്തിനടുക്കൽ പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. സത്യത്തിൽ റുഖയ്യ ബീവിയുടെ വഫാത്ത് അദ്ദേഹത്തിന്റെ മനസ്സിന് എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇവർ രണ്ടുപേരിലൊന്നും കൃത്യമായൊരു മറുപടി കിട്ടാതെ വന്നപ്പോൾ നേരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും എനിക്ക് കാര്യമായ മറുപടിയും തന്നിട്ടില്ല നബിയെ, എനിക്കതിൽ വല്ലാത്ത വിഷമമുണ്ട് പറഞ്ഞു. മുത്തനബി പറഞ്ഞു, ഉസ്മാനേക്കാളും ഏറ്റവും നല്ല ഒരാൾ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉസ്മാൻ തങ്ങൾക്ക് നിങ്ങളുടെ മകളെക്കാൾ ഏറ്റവും നല്ലൊരു സ്ത്രീയെ അല്ലാഹു തആല ഭാര്യയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അവരിങ്ങനെ ആലോചിച്ചു, ഉസ്മാനേക്കാൾ നല്ല ഒരാൾ ആരായിരിക്കും? മുത്തനബി ആയിരിക്കോ? ആ സന്തോഷത്തിൽ ഇങ്ങനെ പോകുമ്പോൾ സിദ്ദീഖ് തങ്ങളെ കണ്ടു, നേരത്തെ കണ്ട വഴിയിൽ കണ്ടു. എന്നിട്ട് പറഞ്ഞു, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനേക്കാൾ നല്ല ഒരാൾ എൻ്റെ മോളെ കല്യാണം കഴിക്കും. അപ്പം പറഞ്ഞു, മുത്തനബിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കാരണം എത്യോപ്യയിലേക്കും മദീനയിലേക്ക് ഹിജറ പോയി, എന്നിട്ട് ബദർ യുദ്ധത്തിൽ ഇസ്ലാമിന് വേണ്ടി ധാരാളം പോരാടി അവസാനം ഉഹദിൽ ഷഹീദായി പോവുകയും ചെയ്ത ഒരു ഭർത്താവ്. അവരുടെ അഭാവത്തിൽ ഈ പെണ്ണ് അല്ലാതെ വിഷമിക്കണ്ടല്ലോ, ഹഫ്സ ബീവി വിഷമിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഞാൻ കല്യാണം കഴിച്ചാൽ, അതായത് മുത്തനബി കല്യാണം കഴിച്ചാൽ അവരിലേക്ക് ഏറ്റവും വലിയ സന്തോഷതായിരിക്കും എന്ന് റസൂലുള്ളാഹി മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാര്യമായിട്ടൊന്നും മറുപടി പറയാതിരുന്നത്. അഥവാ റസൂലുള്ളാഹി കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചോളാം എന്നും സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു. സത്യത്തിൽ ആ കല്യാണത്തിലേക്കുള്ള ഒരു കാരണം ഇതായിരുന്നു. റസൂലുള്ളാഹിന്റെ ഓരോ വിവാഹങ്ങളും ഓരോ കാരണങ്ങൾ ബന്ധിച്ച് കിടക്കുന്നുണ്ട്. ഹഫ്സ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രയാസത്തിൽ സ്വന്തം ഭർത്താവ് ഇസ്ലാമിന് വേണ്ടി ഇത്രയും പരിത്യാഗം ചെയ്തിട്ടുണ്ട്. ആ ത്യാഗം സഹിച്ച ആളെ അവരുടെ കൂടെ എന്നൊരു ഭാര്യ എന്ന നിലക്ക് അവർക്ക് ഇനി കിട്ടുന്നൊരു ഭർത്താവ് എല്ലാവരെക്കാളും ഉത്തമനായിരിക്കണം എന്നൊരു സന്തോഷം അവർക്ക് ഉണ്ടാവുമല്ലോ. അവർക്ക് മനസ്സിന് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഫ്സ ബീവിയുമായിട്ടുള്ള കല്യാണം നടക്കുന്നതിന് പ്രധാനമായ കാരണം ഉണ്ടായത്. സിദ്ദീഖ് തങ്ങൾ നേരെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, മോളെ, നിന്റെ കൂടെ കൂട്ടുകാരിയായിട്ട് റസൂലുള്ളാഹിന്റെ ഭാര്യ പദവിയിലേക്ക് ഉമറിന്റെ മകൾ ഹഫ്സയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കരുത്, നിനക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഒരു ബാപ്പ പോയിട്ട് മകളെ സമാധാനിപ്പിക്കുന്നു. ഒരു അമ്മോഷൻ സ്വന്തം മകളുടെ ഭർത്താവ് മറ്റൊരു കല്യാണം കഴിക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട്, അതായത് അതിലുള്ള മസ്ലഹത്ത് പ്രിയപ്പെട്ട മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് ഹഫ്സ ബീവിയുടെ കല്യാണം കാര്യം പറഞ്ഞു. രണ്ടുപേരും തമ്മിലുള്ള കല്യാണം നടക്കുന്നു. ഏകദേശം ഹിജറ 3-ാം വർഷം ജമാദുൽ ആഖിറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു കുൽസും ബീവിയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ശഅബാൻ മാസത്തിൽ, അതേ വർഷത്തിലെ ശഅബാൻ മാസത്തിൽ ഹഫ്സ ബീവിയുമായിട്ടുള്ള നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഹഫ്സ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ പദവിയിലുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാരുടെ ബർക്കത്ത് കൊണ്ട് 2 ലോകം വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുത്തനബിയുടെ കുടുംബം, അവിടുത്തെ ഭാര്യമാര്, മക്കള്, ഇവരെക്കുറിച്ച് പറയുന്നതിലൂടെ റസൂലുള്ളാഹിന്റെ പരിഗണന കിട്ടുന്ന വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ.